ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിയോടെ ആരംഭിക്കുന്ന ജലഘോഷയാത്രയോടെയാണ് വള്ളംകളിക്ക് തുടക്കമാവുക. എ ബി വിഭാഗങ്ങളിലായി 50 പള്ളിയോടങ്ങൾ ഇത്തവണ മത്സര വള്ളംകളിക്ക് മാറ്റുരയ്ക്കും. ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളി മാതൃകയിലാണ് ഈ ജലമേള എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി ആറന്മുളയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും അജീഷ് ജയകുമാറും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ശ്രീജിത്ത്, എങ്ങനെ ഉത്രട്ടാതി വള്ളംകളിക്കുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ആറന്മുളയിലെ ജനങ്ങളൊക്കെ ആവേശഭരിതരാണോ? വെരി ഗുഡ് മോർണിംഗ് SKN. ആവേശം എന്ന് പറഞ്ഞാൽ പമ്പയാറ്റിൽ ഇപ്പോൾ ആ സൂര്യരശ്മികൾ ഇങ്ങനെ ഓളപ്പരപ്പിലേക്ക് ആ സൂര്യരശ്മികൾ തട്ടി അതിന്റെ പ്രതിബിംബം ഇങ്ങനെ പുറത്തേക്ക് മുകളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ചില പള്ളിയോടങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതിൽ ചെറിയൊരു തിരുത്തുണ്ട്. 49 പള്ളിയോടങ്ങളാണ് ഈ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. അതിൽ 3 പള്ളിയോടങ്ങൾക്ക് അയോഗ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പള്ളിയോടം കഴിഞ്ഞ ഒരാൾ മരിച്ചതിനാൽ അതിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ 2 പള്ളിയോടങ്ങൾക്ക് അയോഗ്യതയുണ്ട്. എന്തായാലും പുറമേ നിന്നുള്ള തുഴക്കാരെ കർശനമായി നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം മുൻപ് തന്നെ ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് 1ാം സ്ഥാനക്കാരായ ആളുകൾക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള ഒരു വിലക്ക് കഴിഞ്ഞ തവണയും അതിന്റെ മുൻപത്തെ തവണയും ഒക്കെ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ആ ഒരു വിലക്ക് നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 3 പള്ളിയോടങ്ങൾ പങ്കെടുക്കാത്തത്. ഒരു പള്ളിയോടം പങ്കെടുക്കാത്തതാകട്ടെ ഒരാൾ അതിൽ ഒരു തുടക്കാരനായിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം മരിച്ചതിനാലും എന്തായാലും വലിയ തോതിലൊരു ആവേശം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജലഘോഷയാത്ര 1:30 തന്നെ ആരംഭിക്കും. അതിൽ 52 ആറന്മുളയപ്പൻ 52 കരകളാണ്. ആ 52 കരകളെയും പ്രതികരിച്ചുകൊണ്ടുള്ള പള്ളിയോടങ്ങൾ പങ്കെടുക്കും. അത് മുത്തുക്കുടകളും വഞ്ചിപ്പാട്ടും ഒക്കെയായി അവർ ഈ ഓളപ്പരപ്പിലൂടെ പാഞ്ഞെത്തും, അല്ലെങ്കിൽ ആറന്മുളയപ്പനെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ പാട്ടുപാടി ഈ ഓളപ്പരപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൃത്യം 9:30 മണിയോടുകൂടി ഈ ഒരു പതാക ഉയർത്തൽ ചടങ്ങുണ്ട്. അത് ജില്ലാ കളക്ടറാണ് S. പ്രേംകൃഷ്ണൻ IAS അദ്ദേഹമാണ് നിർവഹിക്കുക. ഉച്ചയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ആ ഉദ്ഘാടന ചടങ്ങിൽ 8 മന്ത്രിമാരുണ്ട്, 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, പിന്നെ വിവിധ പ്രമുഖ വ്യക്തികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. PA മുഹമ്മദ് റിയാസ് അടക്കം ടൂറിസം മന്ത്രി അതിൽ പങ്കെടുക്കുന്നുണ്ട്. ജോർജ് കുര്യനുണ്ട്, കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം ആറന്മുളയപ്പനെ തൊഴുതുകൊണ്ട് ഓരോ പള്ളിയോടങ്ങളും ഈ ആറന്മുള സത്രക്കടവിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം 1:30 കൃത്യം ജലഘോഷയാത്ര ആരംഭിക്കും. ആ ജലഘോഷയാത്രയ്ക്ക് വേണ്ടി ഉള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി തന്നെ ഈ സത്രക്കടവ പരിസരവും ആളുകളാൽ ജനനിബിഡമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. SKN. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേർന്നത്. ഇനി ആറന്മുള ഉത്രട്ടാതി വള്ളങ്ങളുടെ വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ കൂടി ആറന്മുളയിൽ നമുക്കൊപ്പം ചേരുകയാണ്. അജീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ജലമേളയിൽ പങ്കെടുക്കാനുള്ള ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു. പള്ളിയോടങ്ങളൊക്കെ ഏത് വഴിയായി? കാര്യം നമുക്ക് തൃശ്ശൂരിലേക്കൊന്നും പോകണം. അവിടെ പുലികൾ നഗരത്തിലിറങ്ങാൻ വേഷങ്ങളും ചമയങ്ങളും ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പറയൂ വിവരങ്ങൾ. ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കാണാൻ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ജോലിയുടെ ഭാഗമായിട്ട്, അത് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യമായി ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത്, കേൾക്കുന്ന ശബ്ദമെന്ന് പറയുന്നത് ഈ നദോന്നത വൃത്തത്തിലുള്ള ഈ വഞ്ചിപ്പാട്ടിൻ്റെ ശബ്ദമാണ്. അത് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഈ പ്രദേശമാകെ, ആറന്മുളയാകെ. ഈ പമ്പാ നദിയുടെ ഈ നെട്ടായത്തിൽ മുഴുവനും ഇതിൻ്റെ പ്രതിബിംബമുണ്ട്. അതിൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കാം. അങ്ങനെ വലിയ ശബ്ദമാണ്, വലിയ പാട്ടാണ്, ഭയങ്കര രസമാണ് ഈ പ്രദേശത്ത്, ഈ മേഖലയാകെ നമുക്ക് ഇത് കേൾക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ 49 ടീമുകളാണ് ഇത്തവണ, പള്ളിയോടങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് കിഴക്ക് ചെന്നിത്തല മുതൽ ഇങ്ങ് പടിഞ്ഞാറ് ഇടക്കുളം വരെയുള്ള വലിയ ടീമുകൾ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ജലഘോഷയാത്ര തുടങ്ങുന്നത്. ഈ ജലഘോഷയാത്രയാണ് ഈ ആറന്മുള ഈ ജലമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. കാരണം ഉച്ചയ്ക്ക് 1 മണിക്ക് എല്ലാ പള്ളിയോടങ്ങളും, ഏതാണ്ട് 52 പള്ളിയോടങ്ങൾ മത്സരത്തിലുണ്ട്. പക്ഷേ അയോഗ്യത കാരണം 49 പേർ മത്സരിക്കുന്നേ എന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവർ എല്ലാവരും ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കും. അവർ ഈ താളത്തിൽ വഞ്ചിപ്പാട്ടും പാടി ഈ പമ്പാനദിയുടെ ഓളങ്ങളെ കീറിമുറിച്ച് മുന്നോട്ട് പോകുന്നത് അത് വലിയൊരു കാഴ്ച തന്നെയാണ്. ആ കാഴ്ച കാണാനാണ് സത്യം പറഞ്ഞ എല്ലാവരും ഈ സമയത്ത് എത്തുന്നത്. അതിനുശേഷമായിരിക്കും ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങുന്നത്. നമുക്ക് ഇവിടെ ചില നാട്ടുകാരോടൊക്കെ ചോദിക്കാം, ചേട്ടാ, നമ്മളെ ഈ പുറത്തുനിന്ന് വരുന്ന ഒരാൾ, അതായത് ഇതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ലാത്ത ഒരാൾക്ക് ആറന്മുള വള്ളംകളിയെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാമോ ലളിതമായിട്ട്? അവിടുത്തെ ആചാരങ്ങളെ പറ്റിയും അവിടുത്തെ വഞ്ചിപ്പാട്ടിനെ പറ്റി, അതിൻ്റെ താളത്തെ പറ്റിയൊക്കെ. ആറന്മുളയുടെ ജീവനും ജീവിതവുമാണ് പള്ളിയോടങ്ങളും വഞ്ചിപ്പാട്ടും. ഞാൻ എടച്ചേരിമല പള്ളിയോടത്തിൻ്റെ പ്രതിനിധിയാണ്. എടച്ചേരിമല ആതിഥേയ കരയാണ്. ഈ കരയിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാം. ആറന്മുളക്കാരുടെ തിരുവോണം ഇന്നാണ്.
ഇതിൻ്റെ ആവേശം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. ആറന്മുളയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന പമ്പയുടെ ഇരുകരകളിലുമായി 52 പള്ളിയോടങ്ങളാണ് ഉള്ളത്. ഈ 52 പള്ളിയോടങ്ങളുടെ ആനന്ദ നൃത്തമാണ് ഇന്ന് ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇതിന്റെ ആവേശം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്താണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആവേശം അങ്ങ് പരകോടിയിലെത്തും. അതിന്റെ പരകോടിയിലെത്തും. ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ ഇരുകരകളിലുമായിട്ട് തിങ്ങി നിറഞ്ഞ ഇന്നീ കാണുന്ന പച്ചപ്പായിരിക്കില്ല, ആൾക്കാരുടെ ഒരു വലിയ കൂട്ടമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതാണ് ഇന്ന് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് ഈ അതിഥികളായിട്ട് ആരൊക്കെയാണ് എത്തുന്നത് എന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ? ഈ മന്ത്രിമാരടക്കം, സംസ്ഥാന കേന്ദ്രമന്ത്രിമാരടക്കം വലിയൊരു സംഘം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ജില്ലാ കളക്ടർ ഇവിടെ പതാക ഉയർത്തും. അതാണ് ഇതിന്റെ ആദ്യ കടമ്പ. ഇപ്പോൾ നമ്മളോടൊപ്പം വഞ്ചിപ്പാട്ട് സംഘമുണ്ട്. നമുക്കൊരു പാട്ട് പാടി തുടങ്ങിയാലോ? എന്തായാലും ഒന്ന് നമുക്ക് തുടങ്ങാം. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഹരി. ഗുരുഗൃഹത്തിങ്കൽ നിന്ന് ഗുരുഗൃഹത്തിങ്കൽ നിന്ന് ഗുരുഗൃഹത്തിങ്കൽ നിന്നും പിരിഞ്ഞതിൽ പിന്നെ ജഗൽ ഗുരുഗൃഹത്തിങ്കൽ നിന്നും പിരിഞ്ഞതിൽ പിന്നെ ജഗൽ ഗുരുഗൃഹത്തിങ്കൽ നിന്നും പിരിഞ്ഞതിൽ പിന്നെ ജഗൽ ഗുരുവിനെ ഉണ്ടോ കണ്ടു ഗുരു